Hi friends, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു Minnuz കിച്ചൻ. ഇന്നത്തേത് നമ്മുടെ അവൽ ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു അടിപൊളി കട്ട്ലേറ്റ് റെസിപ്പി കേട്ടോ. അപ്പോൾ ഒരുപാട് പാടൊന്നുമില്ലാതെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റാവുന്ന ഒരു റെസിപ്പിയും കൂടിയാണ്. അപ്പോൾ വീഡിയോ കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് മറ്റുള്ളവരിലേയും കൂടി ഒന്ന് ഷെയറും കൂടി ചെയ്യാനായിട്ട് മറന്നു പോകരുതേ. നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മുടെ അടിപൊളി കട്ട്ലേറ്റ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ നമ്മുടെ കട്ട്ലേറ്റ് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്കൊരു ബൗളിലേക്ക് ഒരു കപ്പ് അവൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ അവൽ പതുക്കെ ഒന്ന് കുതിർത്തിയിട്ട് വേണം നമുക്ക് ഈ കട്ട്ലേറ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ 250 ml കപ്പിന് ഒരു കപ്പ് നിറച്ച് തന്നെ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതായത് ഇതേപോലെ ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുവാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്ന ഡബിൾ പോഴ്സൻ്റ് അവലാട്ടോ. അപ്പോൾ തീരെ കനം കുറഞ്ഞ അവലാണ്. അപ്പോൾ ഞാനതൊന്ന് കുതിർത്ത് വെക്കാനായിട്ട് അതേ കപ്പിന് ഒരു അര കപ്പ് വെള്ളവും കൂടി നമ്മളങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് മിക്സാക്കി ഒരു 2-3 മിനിറ്റ് ഒന്ന് വെച്ചിരുന്നാൽ മാത്രം മതിയാകും. അപ്പോൾ ചില അവലിന് നല്ല കട്ടിയുള്ളതുകൊണ്ട് കുറച്ച് നേരം എടുക്കും കുതിർന്ന് വരാനായിട്ട്, ഒരു 5 മിനിറ്റിൻ്റെ അടുത്തെടുക്കും. ഇപ്പോൾ എൻ്റെ അവലിന് ഒട്ടും തന്നെ കനമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ അങ്ങ് കുതിർന്ന് വന്നു. നമ്മുടെ അവലൊക്കെ നല്ലതുപോലെ കുതിർന്ന് വന്നപ്പോൾ 2 മീഡിയം സൈസുള്ള ഉരുളക്കിഴങ്ങ് നല്ലതുപോലെ വേവിച്ച് ഉടച്ച് വെച്ചിരിക്കുന്നതാണ്. അതും കൂടി നമ്മുടെ അവലിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു വലിയൊരു സവാള ചെറുതായിട്ട് പൊടിയായിട്ട് ചോപ്പ് ചെയ്തും കൂടി നമ്മുടെ അവലിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് നല്ല എരിവിനായിട്ട് 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ എടുത്തിരിക്കുന്ന പച്ചമുളകിന് നല്ല എരിവുണ്ട്. അപ്പോൾ എരിവ് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. കൂടെ തന്നെ ഒരു അര ടീസ്പൂണിൻ്റെ അടുത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 2 തണ്ട് കറിവേപ്പില ചെറുതായിട്ട് ചോപ്പ് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് പൊടികളായിട്ട് ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്തേക്ക് മഞ്ഞൾപ്പൊടിയാണ് നമുക്ക് വേണ്ടത്. ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കേണ്ട, എല്ലാം ഒരു 1/4 ടീസ്പൂൺ വീതം മാത്രം മതിയാവും. കൂടെ തന്നെ മല്ലിപ്പൊടിയും കൂടി എടുത്തിട്ടുണ്ട്, അതും ഒരു 1/4 ടീസ്പൂൺ മാത്രം മതി. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ഗരം മസാലയാണ്. 1/4 ടീസ്പൂൺ തന്നെ നമ്മുടെ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ ഈ മിക്സിലേക്ക് ഒരു അര ടീസ്പൂണിൻ്റെ അടുത്തേക്ക് നമ്മുടെ ചെറിയ ജീരകം എടുത്തിട്ടുണ്ട്. ഒന്നെങ്കിൽ ചെറിയ ജീരകം നല്ലതുപോലെ ചതച്ചോ അല്ലെങ്കിൽ പൊടിയായിട്ടാണെങ്കിലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നല്ലൊരു ടേസ്റ്റൊക്കെ ഉണ്ടാവും. ആവശ്യത്തിന് ഉപ്പും കൂടി നമുക്ക് ഈ സമയം ചേർത്ത് കൊടുക്കാം. കട്ട്ലേറ്റിന് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടി ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്തേക്ക് കാശ്മീരി റെഡ് ചില്ലിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എരിവിനായിട്ട് നേരത്തെ നമ്മൾ മുളക് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാശ്മീരി റെഡ് ചില്ലി ഒരു 1/4 ടീസ്പൂൺ മാത്രം മതിയാവും. ഇനി നമ്മൾ ഈ ചേർത്തിരിക്കുന്ന എല്ലാം കൈവച്ചോ അല്ലെങ്കിൽ ഇതേപോലെ ഒരു സ്പൂൺ വെച്ചോ നന്നായിട്ട് തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈവച്ച് മിക്സ് ചെയ്യുകയായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോഴായിരിക്കും നമ്മുടെ അവലും ഉരുളക്കിഴങ്ങും അതേപോലെ തന്നെ സവാളയൊക്കെ ആണെങ്കിലും നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സായിട്ട് വരിക. അപ്പോൾ നമ്മുടെ കട്ട്ലേറ്റിൻ്റെ മിക്സൊക്കെ ആണെങ്കിലും ഇവിടെ നല്ലതുപോലെ തന്നെ റെഡിയായി വന്നിട്ടുണ്ട്. കണ്ടോ, നമ്മുടെ കയ്യിലെടുത്ത് പിടിക്കാവുന്ന ആ ഒരു പരുവത്തിൽ, ഷേപ്പാക്കാവുന്ന ആ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മളൊന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കയ്യിൽ കുറച്ച് എണ്ണയോ അല്ലെങ്കിൽ കുറച്ച് വെള്ളമോ ഒന്ന് പറ്റിയതിന് ശേഷം നമുക്കിതെടുത്ത് ഓരോ കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലാക്കി വയ്ക്കാം. നമ്മൾ കയ്യിൽ കുറച്ച് എണ്ണയോ അതേപോലെ തന്നെ വെള്ളമൊക്കെ പറ്റി എടുത്തു കഴിഞ്ഞാൽ കയ്യിലൊട്ടും തന്നെ ഒട്ടി പിടിക്കാതെ നല്ല ഷേപ്പിന് തന്നെ നമുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ എല്ലാ കട്ട്ലേറ്റും റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ എല്ലാ കട്ട്ലേറ്റും നമ്മൾ ഷേപ്പാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒരു കോട്ടിങ്ങിന് വേണ്ടി ഒരു 2 ടേബിൾ സ്പൂൺ മൈദയിലേക്ക് കുറച്ച് വെള്ളമൊന്ന് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്തതാണ്. ഒരുപാട് ലൂസൊന്നും ആവണ്ട, എന്നാൽ ഒരുപാട് കട്ടിയും വേണ്ട. അപ്പോൾ അതിനകത്ത് പതുക്കെ ഒന്ന് മുക്കിയിട്ട് നമുക്ക് നേരെ ഓയിലിലേക്കിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ കയ്യിൽ ബ്രെഡ് ക്രംസോ അല്ലെങ്കിൽ റസ്ക് പൊടിയോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളും കൂടി പതുക്കെ ഒന്ന് കോട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. സാധാരണ നമ്മൾ കട്ട്ലേറ്റിന് ചെയ്തിരിക്കുന്നത് പോലെ. ഇതിപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ ഞാനങ്ങ് ചെയ്തു എന്നേ ഉള്ളൂ. നമ്മളിങ്ങനെ കോട്ടിങ്ങിൽ മുക്കി ഫ്രൈ ചെയ്തില്ലെങ്കിൽ എണ്ണയിൽ ഇടുമ്പോൾ ഇതിങ്ങ് പതുക്കെ പൊടിഞ്ഞു പോരും. അപ്പോൾ ഒട്ടും തന്നെ പൊടിയാതെ നല്ല കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കോട്ടിങ്ങിലൊന്ന് മുക്കി ചെയ്യുന്നത്. ഒരു വശമൊക്കെ നല്ലതുപോലെ റെഡിയായി കഴിഞ്ഞപ്പോൾ നമ്മൾ പതുക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുവാണ്. ഇനിയിപ്പോൾ ഇത്ര എണ്ണയിലൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതിയെങ്കിൽ അങ്ങനെയും നമുക്ക് ചെയ്തെടുക്കാം. അതിനൊന്നും കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ ഗ്യാസ് എപ്പോഴും ഒരു മീഡിയത്തിൽ വേണം വെക്കാനായിട്ട്. ഹൈ ഫ്ലെയിമിലോ അതേപോലെ തന്നെ ലോ ഫ്ലെയിമിലോ വെക്കാനായിട്ട് നിൽക്കരുതേ. 2 വശം നന്നായിട്ട് കളറൊക്കെ ഒന്ന് മാറി അടിപൊളിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതങ്ങ് എടുത്ത് മാറ്റി വയ്ക്കാം. അടുത്ത കട്ട്ലേറ്റ് നമുക്ക് ഇതേപോലെ പെട്ടെന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് അവൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്തെടുക്കാവുന്ന ഒരു കട്ട്ലേറ്റാണ്. എല്ലാവരും റെഡിയാക്കി നോക്കുക. അപ്പോൾ കഴിക്കുമ്പോൾ ഒരു ചെറു ചൂടോട് കൂടിയിട്ട് വേണം കേട്ടോ കഴിക്കാനായിട്ട്. ഒരുപാട് അങ്ങ് തണുത്ത് പോയി കഴിഞ്ഞിട്ട് കഴിക്കാൻ നിൽക്കരുത്. അപ്പോൾ ഇതങ്ങ് ആകെ അങ്ങ് ചുങ്ങിപ്പോവും. ശരിക്കും അങ്ങ് തണുത്ത് കഴിഞ്ഞാൽ അത്ര അങ്ങ് ടേസ്റ്റ് നമുക്ക് കിട്ടില്ല. അപ്പോൾ ഒരു ചെറിയ ചൂട് ചായയുടെ കൂടെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ഇരുന്ന് കഴിക്കുക. നമുക്കപ്പോൾ ഇതേപോലുള്ള പുതിയ വീഡിയോസിൻ്റെ റെസിപ്പീസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നല്ല സേഫായിട്ടിരിക്കുക. ബൈ.